Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ക്വിക്ക് ആയിട്ട് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓപ്പോന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ Oppo F19S ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ Oppo F19 സീരീസിൽ F19 Pro Plus ഇറക്കിയിരുന്നു, Pro ഇറക്കിയിരുന്നു, അത് കഴിഞ്ഞു റെഗുലർ Oppo F19 ഇറക്കിയിരുന്നു. ഇപ്പോൾ Oppo ഇറക്കിയിരിക്കുന്നത് Oppo F19S ആണ്. അപ്പോൾ S വേരിയന്റിൽ എന്താ പ്രത്യേകത വെച്ചാൽ കാര്യമായ ഒരു വ്യത്യാസമില്ല, ജസ്റ്റ് ഒരു പുതിയ കളറും ഒരു മേ ബി ഫെസ്റ്റീവ് എഡീഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ചെറിയ ഡിഫറൻസ് എന്താ വെച്ചാൽ റാം എക്സ്റ്റൻഷൻ ഫീച്ചറും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്, പുതിയ സോഫ്റ്റ്വെയർ വെച്ചിട്ടുള്ള ഫീച്ചറാണ്. അപ്പോൾ ഇത് സ്പെസിഫിക്കേഷൻ വൈസ് പറയുക സെയിം F19 തന്നെയാണ്. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ചിപ്സെറ്റാണ്, അതേപോലെ 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 33 watt ഫ്ലാഷ് ചാർജിങ്ങും 48 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, ഫുൾ HD+ റെസൊല്യൂഷൻ AMOLED ഡിസ്പ്ലേന് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ Oppo F19 വന്ന അതേ ഹാർഡ്വെയർ തന്നെയാണ് ഇതിൽ വരുന്നത്. ചെറിയ സോഫ്റ്റ്വെയർ ട്വീക്സും അതേപോലെ പുതിയൊരു കളർ, ഗ്ലോയിങ് ഗോൾഡ് എന്നാണ് കളറിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, ഗ്ലോയിങ് ഗോൾഡ് ആണ് ഇതിൻ്റെ കളർ. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് Oppo F19 അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പറയാം, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടിയും കാണിക്കാം. അപ്പോൾ നമുക്ക് Oppo F19S അൺബോക്സിംഗിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ ബോക്സ് പാക്കേജ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. 6GB 128GB സ്റ്റോറേജ് ചെയ്ത് ചെയ്യണം. Oppo F19S എന്നാണ്. 33 watt ഫ്ലാഷ് ചാർജിങ്, Oppo ഗ്ലോ ഡിസൈൻ എന്ന് പറയുന്നത്, റാം എക്സ്റ്റൻഷൻ ഫീച്ചർ ഉണ്ട്, AMOLED ഡിസ്പ്ലേ. അപ്പോൾ എഗെയിൻ ഇതിൻ്റെ പ്രൈസിങ് അറൗണ്ട് 19,000 to 20,000 സെയിം പ്രൈസിങ് ആവാനാണ് ചാൻസ്. കാര്യമായ ഡിഫറൻസ് വരാൻ ചാൻസ് ഇല്ല, എങ്കിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ സാർ വാല്യൂ 0.92 ഹെഡ് സാറ്, ബോഡി സാറ് 0.84, 11 volt 3 ആംപിയർ, അതാണ് 33 watt ചാർജിങ് വരുന്നത്. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും മുകളിലുള്ളത് Oppo F19 തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതാണ് ഗ്ലോയിങ് ഗോൾഡ് എന്ന് പറഞ്ഞ കളർ. നമുക്ക് കളറിലേക്ക് വരാം. അതിന് മുമ്പേ ബോക്സിനകത്ത് എന്തൊക്കെയാണ് വരും നോക്കാം. നമുക്കിവിടെ കിട്ടുന്നത് ഒരു USB Type-C ചാർജിങ് കേബിളാണ്. ഒരു ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഇപ്പോൾ എല്ലാ ബ്രാൻഡും സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇയർഫോൺ, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇതാണ് ഫ്ലാഷ് അഡാപ്റ്റർ, വലിയൊരു ചാർജിങ് അഡാപ്റ്ററാണ്. 33 watt ചാർജിങ്, 11 volt 3 ആംപിയർ, 33 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അതേപോലെ തന്നെ റാം എക്സ്റ്റൻഷൻ ഫീച്ചർ എനിക്ക് തോന്നുന്നു ഇതിനകത്താണ് വരുന്നത്, മുമ്പത്തെ F19 ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഗ്ലോയിങ് ഗോൾഡ് എന്ന് പറഞ്ഞ കളറ്. അപ്പോൾ കളർ ആക്ച്വലി കൊള്ളാട്ടോ, നല്ലൊരു ഫിനിഷൊക്കെ ഉണ്ട്. ഒരു എന്താ പറയുക, മാറ്റ് ഫിനിഷാണ് വരുന്നത്, ഒരു ഗോൾഡൻ മാറ്റ് ഫിനിഷ് കളറാണ് വരുന്നത്. പിന്നെ AI ട്രിപ്പിൾ ക്യാമറ, 48 മെഗാപിക്സൽ പ്രൈമറി സെൻസറും 2 മെഗാപിക്സൽ മാക്രോയും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും. പിന്നെ സൈഡ് പാനലിലും ഗോൾഡ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പവർ ബട്ടൺ കാണാം, സൈഡിൽ വോളിയം റോക്കർ കീസ് കാണാം, സിം ട്രേ കാണാം. അതേപോലെ തന്നെ താഴെ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും 3.5mm ഓഡിയോ ജാക്കാണ് വരുന്നത്. ഇവരുടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ ഇതിൽ AMOLED ഡിസ്പ്ലേ ആണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ കൊള്ളാം. 5000 mAh കപ്പാസിറ്റി ബാറ്ററി ഉണ്ട്, അതും നല്ലതാണ്. പിന്നെ 48 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ട്, അതും കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യമാണ് വരുമ്പോഴാണ് ഒരു 20,000 രൂപയ്ക്ക് വേണ്ട ഒരു പ്രോസസ്സർ അല്ല ഇതിനകത്ത് വരുന്നത്. നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 ചിപ്പാണ് വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു 12,000-13,000 പ്രൈസ് സെഗ്മെൻറ്റിലൊക്കെ വരുന്ന ഒരു പ്രോസസ്സറാണ് 662. അപ്പോൾ അത് മാത്രമല്ല 662 കുറച്ചൊരു പഴയ പ്രോസസ്സറും കൂടിയാണ്. അപ്പോൾ Oppo F19 വന്ന അതേ പ്രോസസ്സറാണ്. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും അത്രയ്ക്കൊരു നല്ല പ്രോസസ്സർ അല്ല നമുക്ക് പറയാം. എങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും ഒരു ലൈഫ് സ്റ്റൈൽ പ്രൊഡക്റ്റും കൂടിയാണ്. കാരണം ക്യാമറ അല്ലെങ്കിൽ ലുക്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഇത് പെർഫോമൻസോ അല്ലെങ്കിൽ ഗെയിമിങ്ങിനോ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഡിവൈസ് അല്ല നമുക്ക് പറയാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പക്ഷേ എങ്കിലും നമ്മളൊരു ഇത്രയും പൈസ മുടക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായ ഒരു പ്രോസസ്സർ കൊടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം കൊണ്ട് എനിക്ക് നല്ലതാണ്. 33 watt ചാർജിങ് ഉണ്ട്. അപ്പോൾ ഫ്ലാഷ് ചാർജിങ് ആയത് തന്നെ നല്ല സ്പീഡിൽ ചാർജ് ചെയ്യും. പ്രത്യേകിച്ച് ഓപ്പോൻ്റെ ഫ്ലാഷ് ചാർജ് നമുക്കറിയാമല്ലോ, നല്ല ഫാസ്റ്റാണ്. പിന്നെ AMOLED ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ നല്ലതാണ്. പിന്നെ കളർ OSൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഗ്ലോയിങ് തീമും കൂടി വരുന്നുണ്ട്.
ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, നല്ലൊരു AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയും സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. 60 Hz ആണ്, 90 Hz ഹയർ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല, അതും വേണമെങ്കിൽ പറയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു നല്ല ഫീച്ചറാണ്. പക്ഷേ സ്നാപ്ഡ്രാഗൺ 662-നേക്കാളും ബെറ്റർ ആയ ഒരു പ്രോസസ്സർ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ തീർച്ചയായിട്ടും കൊടുക്കുകയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആസ്പെക്റ്റിലേക്ക് പോകാം. അപ്പോൾ നമുക്കിവിടെ വരുന്നത് ഇത് കളർ OS ആണ്, 11.1 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഫീച്ചർ 6GB RAM, എക്സ്റ്റെൻഡബിൾ RAM ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡാർക്ക് മോഡും കൂടെ എനേബിൾ ചെയ്യുക, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാം 6GB RAM ആണ് പ്ലസ് 2GB എന്ന് കാണാം, അതാണ് എക്സ്റ്റെൻഡബിൾ RAM. അപ്പോൾ Android 11 ക്വാൾകോം SM6115 അതാണ് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662, 128GB സ്റ്റോറേജും അതേപോലെ 109GB ആണ് നമുക്ക് മാക്സിമം അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡബിൾ RAM കണ്ടോ, ഇത് ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2GB വരെ എക്സ്പാൻഡ് ചെയ്യാം, 3GB വരെ എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 5GB വരെ എക്സ്പാൻഡ് ചെയ്യാം. അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. RAM എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാം. അപ്പോൾ ഇത് നമുക്കിവിടെ 5GB വരെ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. സെറ്റിംഗ്സ് വിൽ ടേക്ക് എഫക്റ്റ് ടു റീസ്റ്റാർട്ട്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 5GB വരെ നമുക്ക് RAM എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ 6+5 ഓൾമോസ്റ്റ് 11GB വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ 2GB എഴുതിയതുകൊണ്ട് വെച്ചാൽ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് അത് കഴിഞ്ഞാൽ 5GB എന്ന് വരും. അപ്പോൾ അതാണ് RAM എക്സ്റ്റൻഷൻ ഫീച്ചർ. ഇതൊരു പുതിയ ഫീച്ചറാണ്, ഇതിനകത്ത് F19 ഇല്ലാത്തൊരു ഫീച്ചറാണ് ഇതിനകത്ത് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 48 MP പ്രൈമറി സെൻസർ, 2 MP മാക്രോ, 2 MP ഡെപ്ത് സെൻസറാണ് വരുന്നത്. അപ്പോൾ ക്യാമറ ഇൻ്റർഫേസിലൊന്നും കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് എത്ര സപ്പോർട്ട് ഉണ്ടെന്ന് നോക്കാം. വീഡിയോ റെസൊല്യൂഷൻ 1080p 30 FPS 720p മാത്രമേ വരുന്നുള്ളൂ, 60 FPS ഒന്നും വരുന്നില്ല. കാരണം പ്രോസസ്സർ ലിമിറ്റേഷനാണ്, വീണ്ടും ഞാൻ പറയാം, അത് പ്രോസസ്സറാണ് മെയിനായിട്ടൊരു കൾപ്രേറ്റ് ഇതിനകത്ത്. പിന്നെ പോർട്രേറ്റ് മോഡ്, ബാക്കി നൈറ്റ് മോഡ്, അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. മാക്രോ മോഡ്, ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഇത് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്താണ്, കാര്യമായ മാറ്റമൊന്നുമില്ല. അപ്പോൾ എന്നാലും കുറച്ച് ക്യാമറ സാമ്പിൾസ് നമുക്ക് കാണാം. ഇതിനകത്ത് വരുന്ന 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ആ ബാറ്ററീൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു നല്ല ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വരുന്നുണ്ട്. കാരണം 5000 mAh സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മേജർ സ്പെസിഫിക്കേഷനും ഫീച്ചേഴ്സും പറയുകയാണെങ്കിൽ. അപ്പോൾ 2-3 ഹൈലൈറ്റിംഗ് ആസ്പെക്റ്റ് എന്താ വെച്ചാൽ, ഒന്ന് കളർ പുതിയ ഗ്ലോയിങ് ഗോൾഡ് കളറാണ് വരുന്നത്, ഒരു ഫുൾ ഗ്ലോയിങ് ഗോൾഡ് കളറാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് RAM എക്സ്റ്റൻഷൻ ഫീച്ചറും വരുന്നുണ്ട്, അതാണ് ഒരു വേറെ ചേഞ്ച് വരുന്നത്. F19S ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതായിരുന്നു പുതിയ F19S. ഇതിൻ്റെ പ്രൈസിങ് ഞാൻ അനൗൺസ് ചെയ്യുമ്പോൾ ടൈറ്റിലോ കമൻറ്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യാം. അറൗണ്ട് 19,000 to 20,000 ആവാനാണ് ചാൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഒരിക്കലും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.